നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്. ഞാൻ കുറേ നാളുകളായിട്ട് പ്രമേഹ രോഗികളെ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. കൂടെ കുറച്ച് പ്രഷറുകാരും കൊളസ്ട്രോളുകാരും. ഏറ്റവും കൂടുതൽ ഇവരെ അലട്ടുന്ന പ്രശ്നം വേദനകളാണ്. കഴുത്ത് വേദന, ഷോൾഡർ പെയിൻ ആൻഡ് ഫ്രോസൺ ഷോൾഡർ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറയുകയാണ്. കൈക്ക് തരിപ്പ്, പുകച്ചിൽ കാര്യങ്ങളെല്ലാം. ടെന്നീസ് എൽബോ പലർക്കും ഉണ്ടാകാറുള്ളത്, നടുവേദന, കാൽമുട്ട് വേദന, കാല് തരിപ്പ്, പുകച്ചിൽ, കടച്ചിൽ. ഈ പ്രമേഹം കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മാസം മാസം ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് ഡോസ് അഡ്ജസ്റ്റ് കൊണ്ടു നടക്കും. പക്ഷെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ അസോസിയേറ്റഡ് കംപ്ലയിൻറ്റ്സ്, പ്രത്യേകിച്ച് എയ്ക്സ്, ഈ വേദനകൾ, ഇതാണ് പലരെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇത് ശരിക്കൊന്ന് നിങ്ങൾ ഓരോ പേഷ്യൻസും അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയും. ഇപ്പോൾ എനിക്ക് മുട്ടുകാല് വേദനയുണ്ട്. എനിക്ക് മുട്ടുകാല് വേദനയുണ്ട് എന്നിട്ട് ഞാൻ എഴുന്നേൽക്കണം, ഞാൻ സിറ്റപ്സ് ചെയ്യുന്നിട്ട് ഞാൻ നടക്കും, എന്നിട്ട് ഞാൻ ഓടും, ചാടും, തലകുത്തി മറിയെന്ന് പറയുന്നത്. ഈ മുട്ടുകാല് വേദന എന്ന് പറയുന്നത് അത് മുട്ടിൻ്റെ കരച്ചിലാണ്. ചില കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് മുട്ട് കരയുന്നതാണ് മുട്ടുകാല് വേദന. അത് ഓടുന്ന വണ്ടിയുടെ ടയർ തേയുന്നത് പോലെ കുറേ വർഷങ്ങൾ നടന്നു കഴിയുമ്പോൾ നമ്മുടെ മുട്ടുകാലിന് തേയ്മാനം വരും. പ്രത്യേകിച്ച് ഓവർ വെയിറ്റുള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ 80 കിലോ ഉണ്ട്, മുട്ടുകാലിൻ്റെ താഴേക്ക് 10 കിലോ ഉണ്ടെന്ന് വിചാരിക്കുക, 2 കാലും 10 കിലോ വീതം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ നടക്കുമ്പോൾ ഒരു കാല് പൊക്കുമ്പോൾ 70 കിലോ ഭാരമാണ് ഒരു മുട്ടുകാലുമേലുള്ളത്. അടുത്ത കാലിലേക്ക് മാറുമ്പോൾ 70 കിലോ അടുത്ത മുട്ടുകാലിലേക്ക് മാറി. റൈറ്റ്? നിങ്ങൾ ഒരു മണിക്കൂർ നടക്കാൻ പോകുമ്പോൾ എത്ര സ്ട്രെയിനാണ് മുട്ടുകാലിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചിന്തിച്ചോണ്ട്. ചെറുപ്പത്തിലൊന്നും നമ്മുടെ മുട്ടുകാൽ അറിയില്ല, പക്ഷേ ഓടുന്ന വണ്ടിയുടെ ടയർ തേയുന്ന വലിയ തേയ്മാനം വന്നുകൊണ്ടിരിക്കും. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ മുട്ടുകാല് വേണ്ടത് ലേഡീസിനാണ്. കാരണം അടുക്കളയിൽ ഫുൾ ടൈം നിന്ന് കറിക്കര, നിന്ന് അരി പെറുക്കുക, നിന്ന് പാത്രം കഴുകുക, നിന്നുള്ള പണികൾ കൂടി ഈ നടത്തവും കാര്യങ്ങളെല്ലാം കൂടി 1 മിനിറ്റ് പോലും ഇരിക്കലുണ്ടാവില്ല. കടുപ്പുള്ള ജോലികളൊന്നും ഇല്ലാതായി, അധ്വാനങ്ങൾ, വ്യായാമങ്ങളുടെ ജോലികളില്ല. പക്ഷെ ഫുൾ ടൈം നിന്ന് ഈ ബോഡി വെയിറ്റ് താങ്ങി മുട്ടുകാലിന് തേയ്മാനം വരും. പലരും ഒരു കാലിൽ കൂടുതൽ വെയിറ്റ് കൊടുത്താണ് പലപ്പോഴും നിൽക്കുക. അതോടെ ആ മുട്ടുകാലിന് കൂടുതലായിട്ട് വേദനയും പ്രശ്നങ്ങൾ വരാറുള്ളത്. റൈറ്റ്? അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത്, മുട്ടുകാല് വേദനയോട് ഒരാൾ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണെന്ന് ആദ്യം പഠിക്കേണ്ടത്. പിന്നെ എന്ത് ചെയ്യണമെന്ന് പഠിക്കണം. ആദ്യം പഠിക്കേണ്ടത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ വീണ്ടും നടക്കുമ്പോൾ ഹീലാണ് താഴെ ആദ്യം ചവിട്ടുക. അതിൻ്റെ ബാക്ക് പ്രഷർ മുട്ടുകാല് കിട്ടും. അതിനേക്കാൾ ബെറ്ററാണ് ചെറിയ ജോഗിങ് ഓൺ ദ ടോസ്. അതിനേക്കാൾ ഫാർ ബെറ്റർ അല്ലേ ഇരുന്നും കിടന്നുള്ള വ്യായാമങ്ങൾ ചെയ്ത് മുട്ടാൽ ബാധ്യത കൊടുക്കാതെ, പ്ലസ് തൊട ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ ചെയ്ത് തൊട ഡബിൾ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മുട്ടുകാൽ സ്ട്രോങ് ആവില്ലേ? അങ്ങനെയല്ലേ പ്ലാൻ ചെയ്യേണ്ടത്. ഓപ്പൺ ഡയറ്റ് കൺട്രോൾ ചെയ്ത് വേറെ എക്സസൈസിലൂടെ ബോഡി വെയിറ്റ് കുറച്ച് കൊണ്ടുവരുമ്പോൾ ബാധ്യത കുറക്കുന്നു, സ്ട്രെങ്തൻ ചെയ്യുന്നു. സോ മുട്ടിന് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വ്യായാമങ്ങൾ ചെയ്യരുത്. പകരം സ്ട്രെങ്തൻ ദ തൈസ്, തൊട ബലപ്പെടുത്തി മുട്ടുകാല് സ്ട്രോങ് ആക്കിയിട്ട്, അതായിരിക്കണം അതിനോടൊരു അപ്രോച്ച്. അതിനോടനുബന്ധിച്ചുള്ള രോഗങ്ങളോ ചെക്കപ്പോ മരുന്നുകളൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ, ഞാനൊന്നും പറയുന്നില്ല. മരുന്നുകൾ കൊണ്ട് മാറുന്നു വിചാരിക്കേണ്ടത് തെറ്റിദ്ധാരണയാണ്. സ്ട്രെങ്തൻ യുവർ തൈസ്, അത്രയും. പിന്നെ എക്സ്റേ എടുത്താൽ, MRI കണ്ടത്, എന്തൊക്കെ ചെയ്താലും അവിടുത്തെ തേയ്മാനം നമുക്ക് മനസ്സിൽ കാണാൻ പറ്റണം. സോ ആ തേയ്മാനം കുറയ്ക്കാൻ എന്ത് ചെയ്യണം? അത് പശയിട്ടൊട്ടിക്കാനൊന്നും പറ്റില്ല എന്തായാലും. ഓക്കെ, സോ സ്ട്രെങ്തൻ യുവർ തൈസ്. നടുവേദന, കുനിയാനും നിവരാനും ബുദ്ധിമുട്ടാണ്, നടുവിന് ഭയങ്കര വേദനയാണ്. ഇതാണ് പലരും പറയാറുള്ളത്. കുനിയുമ്പോൾ നമ്മുടെ നട്ടലിൻ്റെ മുഖത്തേക്ക്, ഇവിടെ വേസ്റ്റിൻ്റെ മുകളിലേക്കുള്ള ഭാഗം കംപ്ലീറ്റ്, അത്രയും വെയിറ്റാണ് മുമ്പിലേക്ക് വരുന്നത്. അത് മുഴുവൻ താങ്ങുന്നത് നമ്മുടെ ബാക്കിലെ ഇറക്ടർ സ്പൈനിയ മസിൽസ്, മെയിനായിട്ട് ലംബാർ ഏരിയയിലെ മസിൽ ഫൈബേഴ്സാണ് ഏറ്റവും കൂടുതൽ അതിന് വർക്ക് ചെയ്യുക. നിങ്ങൾ കൈ കൊണ്ടുവന്ന് നട്ടലിൻ്റെ ആ ബെൽറ്റിൻ്റെ ഭാഗം ഒന്ന് പിടിച്ചു നോക്ക്. അവിടെ കുറച്ച് എല്ലും തോലും മാത്രമേ ഉണ്ടാവുള്ളൂ. മസിൽസ് ആർ നോട്ട് ഡെവലപ്ഡ് ദർ. അവിടെ മസിൽസ് ഇല്ല. കാരണം എന്താ? കാല് പുറകോട്ട് പൊക്കുന്ന ഒരു മൂവ്മെൻറ്റ് മനുഷ്യവർഗത്തിനില്ല. അതുകൊണ്ട് നമ്മുടെ ലോവർ പാർട്ട് ഓഫ് ലംബാർ ഏരിയയിലെ മസിൽസ് ഒട്ടും സ്ട്രെങ്തൻഡ് അല്ല. സോ കുനിഞ്ഞു നിന്നുള്ള ജോലി തൽക്കാലം ചെയ്യരുത്. നീ കുനിയരുത് എന്നുള്ള മെസ്സേജ് മുകളിൽ നിന്ന് വരുന്നതായിട്ട് കൂട്ടുക. നടുവേദന കുനിയുന്തോറും ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് കൂടും, എന്തു കംപ്ലയിൻ്റ് ആണെങ്കിലും. പകരം കമിഴ്ന്ന് കിടന്ന് ഞെളിയുന്ന വ്യായാമങ്ങൾ ചെയ്ത് നട്ടൽ ലോവർ പാർട്ട് ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ, അത് യോഗയിൽ നമ്മൾ ശലഭാസനം പറയുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ സ്പെഷ്യൽ എക്സസൈസുകൾ ചെയ്ത് നടുവ് ബലപ്പെടുത്തി എടുക്കണം. എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് ആദ്യം പഠിക്കേണ്ടത്. സോ ചെയ്യാൻ പാടില്ലാത്തത് ഒരിക്കലും ബുദ്ധിമുട്ട് ചെയ്യരുത്. അത് ചെയ്യാതെ നടുവ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ചെയ്യണം.
അതുപോലെ ഫ്രോസൺ ഷോൾഡർ പെയിനുള്ള ആളുകൾ ഒരിക്കലും ഷോൾഡറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരം വ്യായാമങ്ങൾ, ഷോൾഡറിന് സ്ട്രെയിൻ കൊടുക്കുന്ന ഒരു വ്യായാമം ചെയ്യരുത്. പകരം കുഞ്ഞു കുഞ്ഞു സ്ട്രെച്ചുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഷോൾഡർ കൈ പൊക്കിച്ചാൻ ബുദ്ധിമുട്ട് അതും ചെയ്യരുത്. വേദന അധികമുള്ള അങ്ങനത്തെ സ്ട്രെച്ചുകൾ ചെയ്യരുത്. ചെറിയ സ്ട്രെച്ചുകൾ, അധികമുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ കുറക്കുക. ദെൻ ഗ്രാജുവലി ചെറുതായിട്ട് മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് ഷോൾഡറിന് പിടുത്തം പിടിച്ചെടുക്കുന്നു. ദെൻ സ്ട്രെങ്തൻ ദ ഷോൾഡർ മസിൽസ്. അതിനായിട്ടുള്ള സ്പെഷ്യൽ എക്സസൈസ് ചെയ്ത് സ്ട്രെങ്തൻ ദ ഷോൾഡർ മസിൽസ്. റൈറ്റ്. സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് മെഡിസിൻസ് ഉപയോഗിക്കാം. നിങ്ങൾ എന്ത് എക്സ്റേ എടുത്താലും MRI സ്കാൻ എടുത്താലും കേട് കണ്ടുപിടിച്ചാലും സ്ട്രെങ്തൻ ദ ഷോൾഡർ മസിൽസ്, അത് ഇറ്റ് വിൽ സ്ട്രെങ്തൻ ദ ജോയിൻസ്. സന്ധികൾക്ക് ബലം കൊടുക്കുന്നത് മസിൽസ് അല്ലേ മെയിനായിട്ട്. സോ ആദ്യം പിടുത്തം പിടിക്കണം, പിന്നെ സ്ട്രെങ്തൻ ചെയ്യണം, ഗ്രാജുവൽ ഇൻഡക്ഷൻ ആയിരിക്കണം മസിൽസിനെ കൊണ്ടുള്ള വ്യായാമങ്ങൾ. അല്ലാതെ പെട്ടെന്ന് എല്ലാം കൂടെ തലകുത്തി പറഞ്ഞ് ചെയ്യരുത്. കഴുത്തുവേദന, തേയ്മാനം, സ്പോണ്ടലോസിസ്, ഓരോരോ പേര് പറയും നമ്മൾ ഇതിനെല്ലാം. പക്ഷേ അത് വെച്ചിട്ട് കഴുത്ത് തിരിക്കണ വ്യായാമങ്ങളോ കറക്കുന്ന വ്യായാമങ്ങളോ ഒന്നും ചെയ്യരുത്. കഴുത്തിൻ്റെ ചുറ്റൊളി, നെക്ക്, കോളർ മസിൽസ് കംപ്ലീറ്റ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള വ്യായാമങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത്. സോ കഴുത്ത് ഏറ്റവും മൂവ്മെൻ്റുള്ള പാർട്ടാണ് കഴുത്തിൻ്റെ സ്പൈനൽ, സെർവിക്കൽ സ്പൈൻ. അതുകൊണ്ട് ഡിസ്കിന് ഏറ്റവും കൂടുതൽ തേയ്മാനം വരുന്നത്, പൊടിയുന്നതും കേടുപെട്ടുന്നതും കഴുത്തിലായിരിക്കും. റൈറ്റ്. ഏറ്റവും വീക്ക് ഏരിയയാണ് ലോവർ പാർട്ട്, അതുകൊണ്ട് നടുവേദന. അതുപോലെ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് ഇവിടെയുള്ള കൊണ്ടാണ് ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എല്ലാം വരുന്നത്. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ എയ്ഡ് ബാക്കിയെല്ലാം അങ്ങനെ നടന്നോട്ടെ. സ്ട്രെങ്തൻ യുവർ നെക്ക് മസിൽസ്. കഴുത്തിൻ്റെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള വ്യായാമം അത് മാത്രം സ്പെഷ്യലായിട്ട് ചെയ്ത് ഗ്രാജുവലി ചെറുതായിട്ട് ചെയ്തിട്ട് കൂട്ടി കൊണ്ടുവന്നത് ഈ കഴുത്തിൻ്റെ മുഴുവൻ മസിൽസും ബലപ്പെടുത്തി ഒരു കോളർ ഇട്ടതുപോലെ ഒരു ബയോളജിക്കൽ കോളർ കഴുത്തിലുണ്ടാക്കിയെടുക്കുക. അല്ലാതെ ആ കോളർ ഇട്ടിട്ട് ഇങ്ങനെ നടക്കാനെങ്കിൽ എന്ത് സുഖമുള്ളത്. സ്ട്രെങ്തൻ യുവർ നെക്ക് മസിൽസ്, അതായിരിക്കണം അതിൻ്റെ അപ്രോച്ച്. ടെന്നീസ് എൽബോ ഉള്ള ഒരാൾ, നിങ്ങൾക്ക് തുണി പിഴിഞ്ഞാൽ വേദനയായിരിക്കും, കൈ കുടഞ്ഞാൽ വേദന, അത് ചെയ്യരുത്. റെസ്റ്റാണ് ഇതിൻ്റെ ഏറ്റവും നല്ല മെഡിസിൻ. ഒപ്പം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ കൺസേൺ ഡോക്ടറെ കണ്ടതിന് ആ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം. അത് ചെയ്തിട്ട് ഒപ്പം ടേക്ക് റെസ്റ്റ് ഫോർ 1 വീക്ക് മസ്റ്റാണ്. അതിനിടയ്ക്ക് ഒരു ചെറിയ മൂവ്മെൻറ്റ് ചെയ്താൽ പോലും ഈ മസിൽ വലിയും, അവിടെ ചെന്നല് വീഴും. റിസ്റ്റ്, കൈ തരിപ്പ് കാട്ടണം. അത് കൈ ലൂസാക്കാനുള്ള എക്സസൈസുകളാണ് കൈക്ക് ചെയ്യേണ്ടത്. അല്ലാതെ അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ചെയ്യുന്ന പകരം റിസ്റ്റ് ടൈറ്റ് ആവുന്ന എക്സസൈസ് ഒന്നും ചെയ്യാതെ ലൂസ് ആക്കാനുള്ള എക്സസൈസിലേക്ക് പോകണം കുറച്ച്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിങ് കറക്റ്റ് ആയിരിക്കണം. സോ എന്ത് ചെയ്യരുത് എന്ന് ആദ്യം പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. നോക്കിക്കോ.